കാര്യം അപ്പം ഷാജി എന്താന്ന് വെച്ചാൽ ഇവള് പറയുന്നുണ്ടല്ലോ, ഇവളുടെ ഉമ്മ 1.5 ലക്ഷം കൊടുക്കാണ്ട് 1 ലക്ഷം കൊടുക്കാണ്ട്, അസ്രു അതായത് സിനാൻ്റെ ബ്രദർ 1 ലക്ഷം കൊടുക്കാണ്ട് എന്ന്. ഏത് വഴിക്ക ഈ ഡാഷ് മോൾക്ക് 1 ലക്ഷം കൊടുക്കാനുള്ളത്? അതിൻ്റെ തെളിവ് ഒന്ന് നിരത്താൻ പറയണേ. പിന്നെ അതേപോലെ ഇനി അവൾക്ക് ടോട്ടൽ ബാലൻസ്, ആ ചെക്കൻ ഗൾഫ് പോയതിൻ്റെ ബാലൻസ് കൊടുക്കാൻ എത്ര ഉള്ളു അറിയോ? വെറും 14,000 രൂപയാണ്. വെറും 14,000 രൂപ. ഇവള് പറഞ്ഞല്ലോ ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് 50,000 കൊടുത്തു എന്ന്. അത് ഇവിടുന്ന് വിസിറ്റിങ്ങിന് പോകുന്ന ആൾക്കാരുടെ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് എന്തോ കാണിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ 50,000 വാങ്ങിയത്. ആ 50,000-ൽ 3,000 കമ്മിയാക്കിയിട്ട് 47,000 രൂപ ഇവൻ അവിടെ എത്തിയ പാടെ മണി ട്രാൻസ്ഫർ ചെയ്താണ്. അതൊന്നും ഇവള് പറയില്ലല്ലോ. അതെന്താ ഇവള് പറയാത്ത? പച്ചക്കള്ള ഇവള് പറയണത്, പച്ചക്കള്ളം. അപ്പം ഷാജി, നമുക്ക് ഈ അപ്പം വിറ്റ് ജീവിച്ചാൽ പോരെ? എനിക്ക് നാട്ടുകാരൻ്റെ നെഞ്ഞത്തേക്ക് കയറേണ്ട ആവശ്യമുണ്ടോ ഷാജിയെ? എന്താ അതിൻ്റെ ആവശ്യം? ഇത് അവൾക്കുള്ള മറുപടി കേട്ടോ. ഗൈസ്, നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. ആ തലതെറിച്ച അപ്പം ഷാജി, ഇല്ലെങ്കിൽ ചന്ദന ഷാജി, ചന്ദനം കടുത്ത ഷാജി. അവൾ ക്രീമിൽ മായം ചേർക്കാൻ വേണ്ടിയിട്ടാണ് ചന്ദനം എടുത്തത്. ചന്ദനം ഷാജി. പിന്നെ അതേപോലെ ഇവളെല്ലാവർക്കും സഹായം ചെയ്തിട്ടുണ്ട്. ചെറുപ്പം മുതലേ എടുത്തു വളർത്തിയിട്ടുണ്ട്. അപ്പം മുതലേ ഇവള് ചുണ്ണി നോക്കിയിട്ടാണ് വളർന്നിരിക്കുന്നത്. ചെറുപ്പം മുതലേ. അപ്പോൾ ഇവള് ചുണ്ണി. അപ്പോൾ ഇവൾക്ക് പണ്ട് മുതലേ ഉള്ള കടിയാണ്. ഞങ്ങളൊക്കെ ചെറുപ്പം തൊട്ടിട്ടുള്ള കടിയുണ്ട് ഇവൾക്ക്. എൻ്റെ സിനാൻ്റെ അസ്രഫിൻ്റെ ഒക്കെ ഇവർ കുറേ കണ്ടു എന്നല്ലേ പറഞ്ഞു. കാണട്ടെ, അതിനുള്ള ഭാഗ്യം അവൾക്ക് ഉണ്ടായല്ലോ അല്ലേ. പിന്നെ അസ്രുവിനെ ഞാൻ ഓൺ വോയിസിൽ ഒരു ദിവസം കൊണ്ടുവരുന്നുണ്ട്. യൂട്യൂബിൽ ഞാൻ കൊണ്ടുവരാം. സിനാൻ്റെ ബ്രദറിനെ ഞാൻ ഒരു ദിവസം കൊണ്ടുവരാം ഇൻഷാ അല്ലാഹ്. അവൻ വരാൻ ചാൻസ് ഇല്ല. അവൻ അങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും ഉള്ള ആളല്ല, ഞാനുള്ള ആളല്ല. എന്നെ പിരികേറ്റി വിട്ടത് ഷാജിയാണ്, അപ്പം ഷാജിയാണ്. എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും പെങ്ങന്മാർക്കും എല്ലാവർക്കും വിളിച്ചപ്പോഴാണ് ഞാൻ ഇതിൽ വന്നത്. എന്നെ ഏത് പ്ലാറ്റ്ഫോമിലിട്ട് അവൾ നാണം കെടുത്തിയോ അതേ പ്ലാറ്റ്ഫോമിലിട്ട് തന്നെ അവളിൽ നാണം കെടുത്തുന്നത് ഞാൻ അന്ന് ശബ്ദമെടുത്താണ്. അതിപ്പോൾ ഏറെക്കുറെ അവളുടെ അത്ര എത്തിയിട്ടില്ലെങ്കിലും 100%-ൽ 10% എനിക്ക് ആൾക്കാരനെ കാണിക്കാൻ പറ്റുമോ? അത് മതി. അപ്പം ഷാജിയെക്കുറിച്ച് 2 വാക്ക് പറയാൻ ഇനിയും ഒരുപാട് പേര് വരും. ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരും വരും. ഞാൻ തന്നെ വീഡിയോസ് ചെയ്യും. ഇനി ഞാൻ തീരുമാനിച്ചു, ഇനി ഞാൻ അവൾ ചെയ്യണ വീഡിയോക്ക് എല്ലാം ഞാൻ റിയാക്ഷൻ ചെയ്യും. അത് ഉറപ്പാണ്. പിന്നെ അവളുടെ ബെസ്റ്റ് സർപ്പുവിൻ്റെ യോഗം അല്ലാണ്ട് എന്താ? സർപ്പുവിൻ്റെ യോഗം ഈ പൊട്ടത്തേക്ക് മനസ്സിലാവണില്ല. അവൻ കൊണ്ട് നടന്ന് ചാമ്പേണ്. ഈ പൊട്ടത്തേക്ക് അറിയാണ്ടല്ല, അത് വേറെ കാര്യം കൊണ്ടുണ്ട്. ഈ പൊട്ടത്തേക്ക് അറിയാണ്ടല്ല, ഇവൾക്കത് മതി. കാരണം കുട്ടികളെയും മക്കളെയും നോക്കുന്നതിൻ്റെ ഇടയിൽ കുട്ടികളെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. കുട്ടികൾ പൊട്ടിത്തെറിച്ചതാണ്. ലാസ്റ്റത്തെ ഷാരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിച്ചാണ്. പക്ഷെ കുഴപ്പമില്ല, അത് അവരുടെ ഒരു പ്രായത്തിൻ്റെ ഒരു ഇത്. അത് മനസ്സിലാക്കാൻ മൂളായി വരുമ്പോൾ ഷാജീനെ തള്ളി പറഞ്ഞിട്ടില്ലെങ്കിൽ എൻ്റെ പേര് മാറ്റിക്കോളി. പിന്നെ അതേപോലെ വേറെ എന്തൊക്കെയാണ് പറയാനുണ്ടായിരുന്നു. ഞാൻ ഓരോരോ വീഡിയോ എടുക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ പറയാൻ മറന്നുപോയി. നേരത്തെ ഞാൻ ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോയിൽ ഞാൻ ഈ 2 ലക്ഷത്തിൻ്റെ കാര്യം പറഞ്ഞില്ല. എനിക്ക് ഭയങ്കര മിസ്സിങ് ആയിപ്പോയി. അതാണ് ഞാൻ വീണ്ടും വന്നത്. അപ്പോൾ അപ്പം ഷാജി, നമുക്ക് ഇനി വെറും ഗൾഫ് പോയതിൻ്റെ ബാലൻസ് വെറും 14,000 രൂപ. പിന്നെ നനക്ക് ഞാൻ അത്ര വല്ല കഴപ്പാണെന്നുണ്ടെങ്കിൽ നീയല്ലേ പറഞ്ഞു ഷാജിയേട്ടൻ, ഏജൻറ്റ് ഷാജിയേട്ടൻ ആൾക്കെല്ലാം അയച്ചു കൊടുത്തു. നീ ആളിൽ നിന്ന് മേടിച്ചോ. നീ അസ്രുവിൻ്റെ കയ്യിൽ പൈസ കൊടുത്തിട്ടില്ലല്ലോ. പിന്നെ അവൾ കാറിൻ്റെ പൈസ കൊടുത്തു, അതിൻ്റെ പൈസ കൊടുത്തു, ഇതിൻ്റെ പൈസ കൊടുത്തു. നീ എന്തിനെ കൊടുക്കാൻ പോയേ? ഞാൻ പൊങ്ങച്ചം പറയല്ല. ഇവൻ പോണ അന്ന് ഞാൻ എനിക്ക് പോകാനുള്ള വേറൊരു കാറ് ഞാൻ സെറ്റ് ചെയ്തതാണ്. ആ കാറ് ക്യാൻസലാക്കി. ഈ ഷാജിത്താത്ത അസ്രു പറഞ്ഞു ഷാജിത്താത്ത കാർ എടുത്തിട്ടുണ്ട് അത്രേ, അതിൽ പോവാ, വാടക ഓള് കൊടുക്കും പറഞ്ഞു. എന്നാൽ ശരി ആയിക്കോട്ടെ, താത്തയല്ലേ. ഇവളുടെ സ്വഭാവം അങ്ങനെയാണെങ്കിലും അനിയന്മാരിനെ ഉണ്ടാക്കില്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇത് അവിടെയും തെറ്റി. ഫ്രോഡ് എന്ന് പറഞ്ഞാൽ തനി ഫ്രോഡ് അപ്പം ഷാജി. അവൾക്കൊക്കെ ഇതേ പറ്റുള്ളൂ. അവളിനാ കൊച്ചിയിലെ എവിടെയെങ്കിലും കൊണ്ടുപോയി റോഡ് സൈഡിൽ കൊണ്ടുവരണം. അതൊക്കെ അവൾക്ക് പറ്റുള്ളൂ. ചാക്കനും പോക്കനും വന്ന് കയറട്ടെ. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ ലേശം മര്യാദകേടുള്ള വർത്താനാണ്. ഞാൻ അതിന് ക്ഷമ ചോദിക്കുന്നു. ഷാജിൻ്റെ അടുത്തല്ല,
ഈ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലുള്ള ആൾക്കാരോട്. ഷാജിൻ്റെ അടുത്ത് ഞാൻ ഒരിക്കലും ക്ഷമ ചോദിക്കാൻ പോകുന്നില്ല. അത് എന്തെന്ന് വന്നാൽ തന്നെ ഞാൻ ഒരിക്കലും ഷാജിനോട് ക്ഷമ ചോദിക്കാൻ പോകുന്നില്ല. അവൾ എൻ്റെ അടുത്താണ് ക്ഷമ ചോദിക്കേണ്ടത്. അവൾ എൻ്റെ അടുത്ത്, എൻ്റെ മരിച്ചു പോയ ഉപ്പാനി എല്ലാവരും പറഞ്ഞത് എൻ്റെ അടുത്ത് അവൾ ക്ഷമ ചോദിക്കേണ്ടത്. അതുകൊണ്ട് പോട്ടെ, അവളുടെ ക്ഷമ എനിക്കൊന്നും വേണ്ട, പോട്ടെ, അതൊന്നും കാര്യമില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഞാൻ പറയണ സത്യത്തിനേക്കാൾ ഒന്നുമില്ലല്ലോ അല്ലേ? ഷാജിയുടെ ഒരു ഇന്റർവ്യൂ ആയിരുന്നു ഇന്നാണ് ഇപ്പം ഞാൻ കണ്ടത്. കുറച്ച് മുന്നേ കണ്ടുള്ളൂ. രാവിലെ തന്നെ അപ്പം ഷാജിൻ്റെ വീഡിയോ കാണണേ. അപ്പം ഞാൻ പറയാൻ വന്നത്, ഇപ്പം അവള് മാന്യത്തി. റിയാക്ഷൻ വീഡിയോ ചെയ്തവന്മാരും കാണുന്നവന്മാരും പൊട്ടന്മാർ. അവള് നല്ല പുള്ളി അല്ലേ? അതായത് ഇപ്പം അവള് പറഞ്ഞു കൈസിനെ വിളിച്ചിട്ട് അവളുടെ അമ്മ പച്ചക്കള്ളം പറഞ്ഞു എന്ന്. അവളുടെ അമ്മക്ക് പച്ചക്കള്ളം പറയേണ്ട ആവശ്യമില്ല, സ്വന്തം മോളാണ്. സ്വന്തം മോളിനെ കുറിച്ച് അങ്ങനെ ആരും അനാവശ്യം പറഞ്ഞു നടക്കണം ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ഉമ്മാനെ പറ്റിയിട്ട് മക്കൾ പറഞ്ഞു നടക്കും, അത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുള്ള കാര്യമാണ്. നമ്മൾ പോട്ടെ, അത് മറ്റുള്ളവൻ്റെ കാര്യം പോട്ടെ. നമുക്ക് ഇവിടെ ചന്ദനം ഷാജിയുടെ കാര്യം തന്നെ എടുത്തിടാം. എന്തിനാ വെറുതെ മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകണം? പിന്നെ അതേപോലെ ഇപ്പം അവള് പറഞ്ഞു, അവളുടെ ഉമ്മ പറഞ്ഞ് പച്ചക്കള്ളാണ്, ചന്ദനം പിടിച്ചതിന് കേസില്ല. എടി പൊട്ടത്തി, എടി ചന്ദനം പൊട്ടത്തി, അങ്ങനെ തന്നെ ഞാൻ വിളിക്കും. എടി പരാറി, നീ എന്താ? ഞാൻ പറഞ്ഞ തിരിച്ചു പറയാണ്. ഇപ്പം നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയണ്ടല്ലോ നിങ്ങൾ തിന്നണത് അതാണ്, നിങ്ങൾ തിന്നണത് അതാണ്. ഞാൻ ചോദിക്കുക, നീ തിന്നണത് അതാണോ? ഈ ഒരു ആളിനെ എന്തെങ്കിലും ഒരു സാധനം വെച്ച് കേസിൽ പിടിച്ചു കഴിഞ്ഞാൽ അത് വരും. അത് ലഹരി കേസിൽ വണ്ടിയിൽ പിടിച്ചാൽ വണ്ടിൻ്റെ ഉടമയ്ക്ക് വരും. അല്ലാണ്ട് ചന്ദന കേസ് വീട്ടിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ അത് വെട്ടിയ ആളിനെ പിടിക്കുള്ളൂ കൂത്തച്ചി. അല്ലാണ്ട് നിൻ്റെ ഉമ്മാക്കല്ല കേസ് വരിക. അത് മനസ്സിലായോ? പിന്നെ നിൻ്റെ ഒപ്പും നിൻ്റെ നമ്പറും വാങ്ങിയത് എന്തോ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. എനിക്ക് തെറി പറയാൻ അറിയാണ്ടല്ല, ഞാൻ ഇതിൽ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തെറി പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാണ്ട് എനിക്ക് തെറി പറയാൻ ഞാൻ പൊട്ടണമെന്നല്ല, തെറി പറയാൻ അറിയാണ്ടിരിക്കാൻ ഞാൻ പൊട്ടണമെന്നല്ല. പിന്നെ ഇനി ഞാൻ ഒരു കാര്യം പറയാം. എടി അപ്പം ഷാജി, ഫോറസ്റ്റുകാരനെ വിളിച്ചു പറഞ്ഞത് സിനാനല്ല, ഞാനാണ്. നീ ചെയ്ത തെറ്റെന്താ അറിയോ? അന്ന് ചന്ദനം വെട്ടുമ്പോൾ അപ്പുറത്തെ വീട്ടിലത്തെ മാമ, അതായത് ലൈല ലൈല എന്ന് വിളിച്ചിട്ട് ഇവള് പറയണ്ടല്ലോ, ലൈല ലൈല സ്വന്തം മാമൻ്റെ ഭാര്യയാണ്, അമ്മായി. ഈ അമ്മായിൻ്റെ വീട്ടുകാരായിട്ട് ഈ രാവിലെ കച്ചറുണ്ടാക്കി, നല്ല ഒച്ചമ്പുളിയിൽ അരക്ക് കീപ്പിട്ട തെറി. അത് എൻ്റെ വീട്ടുകാരും എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നീ ആ ഒച്ചിട്ട് സംസാരിക്കുമ്പോൾ അത് മനസ്സിലാക്കണം. ആ ഒച്ചിട്ട് സംസാരിക്കുമ്പോൾ നാട്ടുകാർ അറിയലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ നാട്ടുകാർ അറിഞ്ഞിട്ടാണ് അത് എൻ്റെ ഈ ചെവിയിലെത്തിയത്. ഈ ചെവിക്ക് കുഴപ്പമൊന്നുമില്ല, എല്ലാം കേൾക്കും. അപ്പോൾ പിന്നെ അങ്ങനെ നിൻ്റെ പഠിച്ചോനെ, എനിക്ക് ഉപ്പല്ല, എന്നാലും ഞാൻ ഉപ്പാനെ പറയാൻ പാടില്ല. എൻ്റെ ഉപ്പാനല്ല, അവളുടെ ഉപ്പാനായാലും അവളുടെ ഉമ്മാനായാലും ഞാൻ പറയില്ല. കാരണം അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പം എനിക്ക് അവരിനെ പറയേണ്ട ആവശ്യമില്ല. എനിക്കാണെങ്കിൽ ഇങ്ങനെ തലപ്പത്തിങ്ങനെ നിൽക്കുക, നാവിൻ്റെ തലപ്പത്തിങ്ങനെ നിൽക്കുക പച്ചയ്ക്ക് വിളിക്കാൻ. പക്ഷേ ഇതൊരു സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് ഞാൻ ഒന്നും പറയണില്ല. പിന്നെ ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളോട് എനിക്ക് ഒറ്റൊരു കാര്യം പറയുള്ളൂ, പോയി ചത്തൂടെ നിങ്ങൾക്ക്? അറിയാത്തോണ്ട് ചോദിക്കുക. നിങ്ങൾ ആ വെടിച്ചിൻ്റെ കാര്യം മാത്രമേ കേൾക്കണുള്ളൂ. നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യം കേൾക്കണില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ അന്വേഷിക്കണില്ല. ഷാജു പറയണതാണ് ഏറ്റവും വലിയ സത്യം. പടപ്പുകളിനെ വിശ്വസിക്കണ്ട, പടച്ചോനെ വിശ്വസിക്കണം. പടച്ചോനോട് നമ്മൾ പോയി ചോദിക്കില്ലല്ലോ, അതുകൊണ്ട് അവൾക്ക് ധൈര്യത്തിൽ പറയാലോ. പടപ്പുകളിനെ വിശ്വസിക്കണ്ട, പടച്ചോനോട് മാത്രം പറഞ്ഞാൽ മതി. എനിക്ക് പടച്ചോനോട് മാത്രം പറഞ്ഞാൽ മതി എൻ്റെ കാര്യങ്ങൾ എന്ന്. ആയിക്കോട്ടെ, പടച്ചോൻ്റെ അടുത്ത് തന്നെ നല്ലപോലെ ഇത് വലുതല്ലേ, ഇത് ഇടനെഞ്ചിൽ ഇങ്ങനെ എഴുതി വയ്ക്കുന്നുണ്ട് കേട്ടോ ഷാജിയെ. യൂട്യൂബർ ഷാജിദ ഷാജി, മറക്കണ്ട. പിന്നെ അതേപോലെ അവളുടെ ഉമ്മ കൈസിനെ വിളിച്ചു പറഞ്ഞത് പച്ചക്കള്ളം. പിന്നെ എന്തൊക്കെയാ അവള് പറഞ്ഞല്ലോ, ആറാൻ പറഞ്ഞ പന്നീൻ്റെ വോയിസൊക്കെ ഓർമ്മല്ല. എന്തായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇതിനടുത്ത പൊങ്കാലായിട്ട് അവൾ വരുമോയെന്ന് എനിക്കറിയില്ല. വന്നാലും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ഒരു ത്രില്ലല്ലേ മക്കളെ, അതൊക്കെ ഒരു ത്രില്ലല്ലേ.
ഷാജി കം 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 ഫാസ്റ്റ്, ജൽദി ആജാ ഭായ്. പിന്നെ അതേപോലെ സിനാനി എളാമ്മൻ്റെ മക്കൾ എടി, ഇവരുടെ ഉമ്മാനെ ഇവർ നോക്കണ പോലെ നീ നിൻ്റെ ഉമ്മാനെ നോക്കണ്ടോ? എനിക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ്. നീ നിൻ്റെ ഉമ്മാനും ഉപ്പാനും നോക്കണ്ടല്ലോ. നീ പറയണ്ടല്ലോ പുതുനഗരത്തെ ബ്ലഡാണ്. എന്തോ അല്ലക്ക, നീ പുതുനഗരത്തെ ബ്ലഡിലുള്ള ആള് ഇടയ്ക്ക് ഈ സിനാൻ്റെ വീട്ടിൽ വന്നു പോകുന്നുണ്ട്. നീ അത് അറിയണ്ടേ? നീ അതറിയണ്ടോ? നീ പറയണ്ടല്ലോ 4 വട്ടം നീ പറയണ്ടല്ലോ ഉപ്പ എൻ്റെ ബ്ലഡ് എൻ്റെ ഷാവുൽ ഹമീദിൻ്റെ ബ്ലഡാണ് ഓടുന്നതെന്ന്. എന്ത് ബ്ലഡ് അടി? അതിൽ ബ്ലഡൊന്നല്ല ഓടുന്നത്, അതിൽ വേറെ ഏതോ കെമിക്കൽ ചേർത്ത ഓയിലോ ഓടുന്നത്. അത് നാട്ടുകാർക്ക് മൊത്തം മനസ്സിലായിരിക്കണു. പിന്നെയാണ് നിൻ്റെ ഈ തോലിച്ച് ഇൻ്റർവ്യൂ മറ്റേതും മറിച്ചതും. എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഷാജിയെ, എന്തിനാ വെറുതെ. പിന്നെ അതേപോലെ സിനാനെ എടുത്തിട്ട് തല്ലി ഫോണും കൊണ്ട് പോയി. ആർക്കാ അന്ന് കൊണ്ട് ആരാ അന്ന് വീഡിയോ ഇട്ട്? യൂട്യൂബിൽ ആരെ വീഡിയോ ഇട്ടു? ഗായ്സ്, എൻ്റെ കൈ നോക്കൂ, എൻ്റെ നെഞ്ഞ് നോക്കൂ, എൻ്റെ പെരടി നോക്കൂ, എൻ്റെ പുറം നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആരാണ്? ആ തല്ലിയതിന് ശേഷം സ്റ്റേഷനിൽ പോയിട്ട് കോംപ്രമൈസ് ചെയ്തതാണ്. അത് പോട്ടെ, അതിന് ശേഷമാണ് ഇവളുടെ തോന്നിവാസം മൂത്തിട്ട് ഇവള് കൊണ്ടുപോയിട്ട് കേസ് കൊടുത്ത് ഇവളുടെ മാമാൻ്റെ പേരിലും മോൻ്റെ പേരിലും അവരുടെ പേരിലും. ഈ മാമാൻ്റെ മോൻ കഴുത്ത് കയറി പിടിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഓൻ്റെ ഉപ്പാനെയും ഉമ്മാനെയും എന്തെല്ലാം അനാവശ്യം പറഞ്ഞ ഇവളുടെ ഈ വോയിസ് എല്ലാവരും കേൾക്കണല്ലേ, ഇവള് ലൈവിൽ വന്നിട്ട് പോലാട്ട് കേൾക്കണതല്ലേ, എല്ലാവരും കേൾക്കണതല്ലേ. നീ എന്തെന്നാ അടിയാൻ്റെ കഥ ഷാജിയാണ്? വീട്ടുകാരും പറയാൻ പറ്റില്ലാത്ത ഒരവസ്ഥ.